ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 173 സെഷനാണല്ലോ ഇത്. 6-ാം സദനത്തെക്കുറിച്ചുള്ള 13-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. 6-ാം സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത്. നമുക്ക് ലഭിക്കുന്ന ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും അത് തിരിച്ചറിയാനുള്ള ചില സുനിശ്ചിതമായ ലക്ഷണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മത്രേസ്യ ചില ലക്ഷണങ്ങളെ പറ്റി പങ്കുവെക്കുന്നു. അതിൽ 3-ാമത്തെ ലക്ഷണം, അങ്ങനെ കിട്ടുന്ന ഒരു അരുളപ്പാട് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. അതിനുശേഷമുള്ള അനുഭവങ്ങൾ എന്തോ ഒരു എതിരോടാന്ന് അനുഭവത്തിൽ കണ്ടാൽ പോലും അത് നമ്മൾ വിട്ടുകളയുക, ഒരു പ്രത്യാശ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ഒടുവിൽ സംഭവിക്കുമെന്നുള്ള സുപ്രതീക്ഷ ഒരിക്കലും അവൾ വിട്ടുമാറുകയില്ല. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്നിരുന്നാലും സംഗതികൾ കുഴപ്പത്തിലാകുന്നത് കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവൾ വളരെ വ്യാകുലപ്പെടാതിരിക്കുകയില്ല. അരുളപ്പാട് കേട്ടിട്ട് കാലം കുറെ ആയല്ലോ, വളരെ ആയല്ലോ, അവിടെ ചൈതന്യമോ ദൈവത്തിൽ നിന്നാണെന്ന ഉറപ്പുമെല്ലാം കടന്നു പോയല്ലോ എന്നൊക്കെ സംശയം ജനിക്കുകയും തൽഫലമായി അവയെല്ലാം പിശാചിൽ നിന്നോ സ്വന്തം മസ്തിഷ്കത്തിൽ നിന്നോ വന്നതായിരുന്നുവെന്ന് തോന്നിപ്പോവുകയും ചെയ്യാവുന്നവയാണ്. അത്രയും പോലും സംശയങ്ങൾ വരാം. അന്ന് കേട്ടത് ശരിയല്ലായിരുന്നിരിക്കാം, പിശാചിട്ടത് ചിന്തയായിരിക്കില്ല, സ്വന്തം തോന്നലായിരുന്നിരിക്കാം, അങ്ങനെയൊക്കെ തോന്നലുകൾ വരാം. പക്ഷേ അത്തരം തോന്നലുകൾ പ്രബലപ്പെടുകയില്ല. തോന്നൽ വരുമെങ്കിലും ഉള്ളിൻ്റെ ഉറപ്പിനെ അത് ഇളക്കുകയില്ല. ആ തോന്നലൊക്കെ ഭംഗി വരുമ്പോഴും പിന്നെ അത് കഴിയുമ്പോഴും ഉള്ളിൽ ആ ഉറപ്പ് നിലനിൽക്കും. തൻ്റെ ദൃഢമായ ബോധ്യത്തെ പ്രതി മരിക്കുവാൻ പോലും അവൾ സന്നദ്ധയാണ്. എന്നാൽ നമ്മെ അസ്വസ്ഥരാക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി ഏതാദൃശ ചാഞ്ചല്യങ്ങൾ പിശാച് മനസ്സിൽ ഉളവാക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പിശാച് നമ്മളെ ഇളക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അതിങ്ങനെ പുറമേയുള്ള അല്പം ഇളക്കമല്ലാതെ നമ്മുടെ അടിസ്ഥാനപരമായ ഉള്ളിൽ കെട്ടിയ ഉറപ്പ് അത് ഇളകി പോവുകയില്ല. വിശിഷ്യ അരുളപ്പാടുകളെ അനുസരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ധാരാളം നന്മകൾ സിദ്ധിക്കുകയും ദൈവത്തിൻ്റെ മഹിമയ്ക്കും വണക്കത്തിനും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടുകയും അവയെല്ലാം വളരെ വിഷമകരമായിരിക്കുകയും ചെയ്യുമ്പോൾ പിശാച് എന്തു തന്നെ ചെയ്യുകയില്ല. അപ്പോൾ ഒരു ദൈവിക പദ്ധതിയിലൂടെ ഈ വ്യക്തിയെ ദൈവം നയിക്കുന്നത് പിശാച് നിരീക്ഷിച്ചിട്ട് അവന് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതനുസരിച്ച് ഈ വ്യക്തി പോയാൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മനുഷ്യമക്കൾക്ക് ഉണ്ടാവും, അനേക ആത്മാക്കൾ തൻ്റെ പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് കാണുന്ന പിശാച് അവൻ്റെ മാക്സിമം നോക്കും നമ്മളെ ഇളക്കി ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഹകരിക്കാതെ മാറിപ്പോകാനായിട്ട്. അതാണ് പിശാച് എന്തു തന്നെ ചെയ്യുകയില്ല നമ്മളെ ഇളക്കാൻ. ആത്മാവിൻ്റെ വിശ്വാസത്തെ ഉലയ്ക്കുകയെങ്കിലും ഉണ്ടാകും. നമ്മുടെ ഗ്രഹണശക്തിക്ക് അതീതമായ കാര്യങ്ങൾ സാധിക്കുന്നതിൽ ദൈവത്തിന് വല്ലഭമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുന്നത് തന്നെ നമുക്ക് ഗണ്യമായ ഒരു നഷ്ടമാണ്. അപ്പം എന്തെല്ലാം പിശാച് അങ്ങനെ ചിന്തിച്ചാലും, പിശാചിൻ്റെ ഇടപെടലുണ്ടായി നമ്മുടെ ചിന്ത എതിരോടായാൽ പോലും നമുക്ക് ഉറപ്പ് ഉണ്ടാകേണ്ടത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നിവർത്തിതമാക്കാനുള്ള ശേഷി, വല്ലഭം, ശക്തി, പ്രാഭവം ദൈവത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഗ്രഹണശക്തിക്ക് അതീതമായ കാര്യങ്ങൾ സാധിക്കുന്നത് ദൈവത്തിന് വല്ലഭമുണ്ടെന്ന് വിശ്വസിക്കാതെ ഇരുന്നാൽ നമുക്ക് വലിയ നഷ്ടമാണ്. അങ്ങനെ വരരുത്. അങ്ങനെ വരുത്താനാണ് പിശാച് നോക്കുന്നത്. നമ്മൾ പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 8-ാമത്തെ ഖണ്ഡിക. ഞെരുക്കങ്ങളുടെ ഇടയിൽ സകല വിവരവും കുമ്പസാരക്കാരെ അറിയിക്കുമ്പോൾ ഇവയെല്ലാം ഭോഷത്വമാണെന്ന് അവർ പ്രതിവചിച്ചാലും ഒന്നും നിറവേറാൻ പോകുന്നില്ലെന്ന് പ്രതികൂല സംഭവങ്ങൾ നിരന്തരം നിരുത്സാഹപ്പെടുത്തിയാലും കർത്താവിൻ്റെ വചനം ഒടുവിൽ യാഥാർത്ഥ്യഭവിക്കുമെന്ന് ഉറപ്പായ പ്രതീക്ഷയുടെ സജീവമായൊരു സ്ഫുലിംഗം ആത്മാവ് ശേഷിക്കുകയില്ല. കുമ്പസാരക്കാർ തന്നെ നമ്മൾ പറയുകയാണ് ഇതൊക്കെ ചുമ്മാ തോന്നലുകളാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നൊക്കെ അവർ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. അല്ലെങ്കിൽ പ്രതികൂല സംഭവങ്ങൾ അതുപോലെ കയറി വന്ന് നിരുത്സാഹം അനുഭവപ്പെടുന്നു. എങ്കിൽ പോലും അങ്ങനെ ദൈവികമായ അരുളപ്പാടാണ് നിനക്ക് കിട്ടിയതെങ്കിൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ സജീവമായ ഒരു സ്ഫുലിംഗം ഉണ്ടായിരിക്കും. നമ്മൾ പറയുകയാണ് ദൈവിക അരുളപ്പാട് തിരിച്ചറിയാനുള്ള ഒരു അടയാളം പറയണം. അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് പറയാൻ എനിക്ക് ശേഷിയില്ല. മറ്റു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചാലും ഇതിൻ്റെ ചൈതന്യത്തിന് കുറവൊന്നും ഉണ്ടാവുകയില്ല. ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു സ്ഫുലിംഗം, ഒരു തീപ്പൊരി ഇങ്ങനെ മിന്നിക്കൊണ്ടേയിരിക്കും.
മനഃപൂർവ്വം ശ്രമിച്ചാൽ പോലും ഭദ്രതയുടെ ആ ദീപശക കെടുത്താൻ സാധിക്കുകയില്ല. അത് വേണ്ട, അതിനെ ഉപേക്ഷിച്ചേക്കാം, നടക്കുന്ന കാര്യമൊന്നുമല്ല, ചുമ്മാ എൻ്റെ തോന്നലായിരുന്നു തന്നെ ഞാൻ തീരുമാനം എടുക്കാൻ നോക്കിയാൽ പോലും ആ ഒരു പ്രതീക്ഷയുടെ ഒരു തീപ്പൊരി കെട്ടുപോവുകയാണ് നമ്മത്തെ പറയുകയാണ്. ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവൾക്കത് അതീവ സംതൃപ്തിയും ആനന്ദവും ഉണ്ടാകും. അവസാനം ദൈവം പറഞ്ഞവർ പൂർത്തീകരിക്കപ്പെടും, സംഭവിക്കും. അപ്പോൾ അവിടെ ഉള്ളിൽ ഈ തീപ്പൊരി ആളിക്കത്തും, സന്തോഷവും സംതൃപ്തി നന്നുകൊണ്ട് അവിടുത്തെ സ്തുതികൾ പാടുന്നത് മാത്രമായിരിക്കും അവിടെ സന്തോഷം. ദൈവമേ നന്ദി, സ്തുതി എന്ന് പറയാൻ മാത്രം. നിവർത്തിതമായ സംഭവത്തെക്കുറിച്ചും അതുകൊണ്ട് തനിക്ക് സിദ്ധിച്ച പ്രയോജനത്തെക്കുറിച്ചും എന്നതിനേക്കാൾ അവൾ സന്തോഷിക്കുന്നത് തനിക്ക് മുന്നറിവ് ലഭിച്ചിരുന്നത് പോലെ തന്നെ കാര്യം യഥാർത്ഥമായി വന്ന് കാണുന്നതിലാണ്. അത് തനിക്ക് കിട്ടിയ അറിവ് പൂർത്തീകരിക്കപ്പെട്ടതിന് വലിയൊരു സന്തോഷം അവർക്ക് കിട്ടുമെന്ന് മുതലേ പറയുന്നു. 9-ാമത്തെ ഖണ്ഡിക. അരുളപ്പാടുകൾ ശരിക്കും നിറവേറി കാണുവാൻ ആത്മാവിന് അതിയായ ഔത്സുക്യമുണ്ട്. ആത്മാവിനും വ്യക്തിപരമായ താല്പര്യമുണ്ട് ഈ കേട്ട കാര്യം അരുളപ്പാട് നിവർത്തിതമായി കാണണമെന്ന്. അതിന് കാരണം എന്തെന്ന് എനിക്ക് അറിവില്ല. അവ നിറവേറാതെ പോകുന്നത് താനൊരു കള്ളം പറഞ്ഞതായി തെളിയുന്നതിലും അധികം അവൾക്ക് വ്യസനകരമാണെന്ന് എനിക്ക് തോന്നുന്നു. കള്ളം പറഞ്ഞതാണോ കള്ളമാണോ കേട്ടതെന്നുള്ളത് അങ്ങനെയാണെന്ന് തെളിഞ്ഞു പോകുന്നതിനേക്കാൾ അപ്പുറം എന്തോ വ്യസനമുണ്ട്. കേട്ടത് ആവർത്തിച്ച് പറയുക എന്നതിനെ അതിശയിക്കുന്ന ഒരു കർത്തൃത്വം തനിക്കുണ്ടെന്നുള്ള ഒരു ഭാവമാണ് അവൾ സ്ഫുരിക്കുന്നത്. ഒരു കർത്തൃത്വം, അത് നിറവേറണം. തന്നിലൂടെ വന്ന ദൈവിക അരുളപ്പാടാണ്, അത് നിറവേറണം എന്നുള്ള ഒരു ഭാവം അവൾക്കുണ്ടാവും എന്ന ഭാവം നമ്മത്തെ പറയുന്നു. നിനിവേ പട്ടണം നശിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ യോനാ ദീർഘദർശിക്കുണ്ടായ മനോഭാവത്തെക്കുറിച്ച് ഒരാൾ ഈ ദൃശ്യ സന്ദർഭങ്ങളിൽ നിരന്തരം ഓർത്തിരുന്നു. 40 ദിവസത്തിനകം ഇത് നശിപ്പിക്കപ്പെടും എന്ന് യോന പറഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാടായിരുന്നു. പക്ഷെ പിന്നീട് ദൈവം തൻ്റെ വാക്ക് മാറ്റി, നശിപ്പിച്ചില്ല. അപ്പോൾ യോനായ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. തന്നിലൂടെ പറഞ്ഞ ദൈവിക അരുളപ്പാട് പക്ഷെ നടക്കാതെ പോകുന്നല്ലോ, അതിൻ്റെ അസ്വസ്ഥത. എന്ന് പറഞ്ഞതുപോലെ ദൈവം അരുളി ചെയ്ത അരുളപ്പാട് നമുക്ക് കിട്ടിക്കഴിയുമ്പം അത് നിറവേറാതെ പോയ ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും, ഒരു കർത്തൃത്വം അതേപറ്റി നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന മദ്രസ്യ യോനായെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ മുഴുവൻ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്ന ആത്മാക്കളുടെ നാശമല്ല, മാനസാന്തരവും രക്ഷയുമാണ്. എല്ലാവരും ദൈവത്തെ അറിയണം, ദൈവത്തിൽ വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ അരുളപ്പാട് പോലെ പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ നാശത്തിൻ്റെതായ സംഭവം ഉണ്ടാകാൻ വേണ്ടിയല്ല, മറിച്ച് ആ ഒരു വാക്ക് കേട്ട് അനുദമിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ നഗരം നശിപ്പിക്കപ്പെടും എന്ന് ഈശോ ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ജെറുസലേം അത് കേട്ട് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെയുള്ള നാശനഗരത്തിന് ഉണ്ടാകുമായിരുന്നില്ല. ഈശോ പറഞ്ഞ വാക്കുകൾ മാറിപ്പോകും. കാരണം ദൈവത്തിൻ്റെ ദീർഘക്ഷമ കാണിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പാവി നശിക്കുന്നതിലല്ല, മാനസാന്തരപ്പെടുന്നതിലാണ് അവിടെ സന്തോഷമെന്ന് വചനം പറഞ്ഞ് നമുക്ക് ഓർമ്മിക്കാം. എങ്കിൽ ഇങ്ങനൊരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു അരുളപ്പാട് നമ്മൾ കേട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അരുളപ്പാടുകൾ വരുന്നത് ദൈവാരൂപിൽ നിന്നാകയാൽ അവിടുത്തെ വിശ്വസ്തയുടെ പേരിൽ മികച്ച ആദരവ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും വളരെ വ്യക്തമാണ്. പരമസത്യമായി അവിടുന്ന് അരുളി ചെയ്ത് തെറ്റിപ്പോയി എന്ന് വരരുതല്ലോ. അതിനാൽ അത്രേ അനേക പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും അത്യന്തം വിഷമകരമായ വിധത്തിലും അവിടുത്തെ തിരുവചനം നിറവേറി കാണുമ്പോൾ അതിരറ്റ ആനന്ദം അവൾ അനുഭവിക്കുന്നത്. ദൈവം പറഞ്ഞ കാര്യമായതുകൊണ്ട്, ദൈവത്തിന് തെറ്റ് പറ്റില്ലാത്തത് കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെട്ട് കാണാൻ ആഗ്രഹമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് മാറ്റിവെച്ചുകൊണ്ട് പോലും ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കണം. കർത്താവ് തന്നോട് പറഞ്ഞുവെന്ന് താൻ ഉറപ്പായി വിശ്വസിക്കുന്നത് സംഭവിച്ചില്ലെന്ന് വരുന്നതിനേക്കാൾ അതിൻ്റെ നിവൃത്തിക്കായി എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും എല്ലാം അനുഭവിക്കാനാണ് അവൾ സർവ്വസന്നദ്ധയായിരിക്കുന്നത്. അതൊരു നിനിവേയുടെ നാശം പോലെ, അല്ലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്ന് പറയുന്ന പോലെയുള്ള ഒരു ദൈവശിക്ഷയുടെ പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സത് അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചിരിക്കണം. അതല്ലാതെയുള്ള ദൈവിക വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ അത് പൂർത്തീകരിക്കപ്പെടണം എന്ന് വലിയൊരു ആഗ്രഹം ഓരോ ആത്മാവിനും ഉണ്ടാവും. അത് അരുളപ്പാട് കിട്ടിക്കഴിയുമ്പോഴും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ദൗർബല്യം, ഇതൊരു ദൗർബല്യമാണെങ്കിൽ എല്ലാവർക്കും ഇല്ലായിരിക്കാം. ഏതായാലും അത് തെറ്റാണെന്ന് വിധിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. സ്വന്തം അനുഭവിച്ച മദ്രസ പറയുന്നതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിക്കഴിയുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ട് കാണാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാവും, ഒരു ഔത്സുക്യം ഉണ്ടാകുമെന്നാണ് 9-ാം ഖണ്ഡിക മദ്രസ അങ്ങനെ പറയുന്നത്. 10-ാമത്തെ ഖണ്ഡിക. ഭാവനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുളപ്പാടുകളൊക്കെ
ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവയിൽ നിന്ന് ഉറപ്പോ സമാധാനമോ ആത്മീയ ആശ്വാസമോ സിദ്ധിക്കുകയുമില്ല. പ്രശാന്തമായ പ്രാർത്ഥനയിലും പ്രയർ ഓഫ് ക്വയറ്റ്, ആത്മീയ നിദ്രയിലും സ്പിരിച്വൽ സ്ലീപ്പ് ലയിച്ചിരിക്കുന്ന ഒരാൾ സ്വപ്നത്തിൽ എന്ന പോലെ അല്ലപ്പാടുകൾ കേൾക്കുന്നെന്നും ദർശനങ്ങൾ കാണുന്നെന്നും തോന്നുകയും അവയെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്തെന്ന് വരാം. അങ്ങനത്തെ സാധ്യതകളുമുണ്ട്. പ്രയർ ഓഫ് ക്വയറ്റ് അല്ലെങ്കിൽ ആത്മീയ നിദ്ര, അങ്ങനത്തെ അവസ്ഥയിൽ ചില അല്ലപ്പാടുകൾ കേൾക്കാം. അത് പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവിക അല്ലപ്പാടായിരിക്കണമെന്നില്ല. അവയുടെ ഫലവും സ്വപ്നത്തിൻ്റെതുപോലെ തന്നെ ആയിരിക്കാം. അങ്ങനെ ചിലർക്ക് സംഭവിച്ചതായി എനിക്കറിയാം. ബ്രാക്കറ്റ് മദ്രസ എന്ന് പറയുകയാണ്, ആത്മീയ നിദ്രയെന്ന് പറയുന്ന അനുചിന്തനത്തിൽ വല്ലാതെ ലയിച്ചു പോകുമ്പോൾ ചിലർക്ക് തങ്ങളുടെ ശരീരപ്രകൃതിയുടെ അഥവാ ഭാവനയുടെ ബലക്ഷയ നിമിത്തമോ മറ്റേതെങ്കിലും കാരണത്താലോ ബാഹ്യലോകത്തെക്കുറിച്ച് അശേഷം ബോധമില്ലാതായി തീർന്നെന്ന് വരാം. അപ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രായേണ നിദ്രാവസ്ഥ തന്നെ അവലംബിക്കും. ചിലപ്പോൾ അത് വെറും ഉറക്കം തന്നെയും ആയിരിക്കാം. അങ്ങനത്തെ ആത്മീയ അനുഭവങ്ങളും ഉണ്ട്. യഥാർത്ഥമായ ദൈവിക അനുഭവം അല്ലാതെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടോ മനസ്സിൻ്റെ ബലക്കുറവ് കൊണ്ടോ ചില ആത്മീയ നിദ്രകളും അതിനകത്ത് തന്നെ വരാം, ചില സ്വപ്നങ്ങളും ഒക്കെ വരാം. അവിടെ ചില അല്ലപ്പാട് കേട്ടെന്ന് വരാം. അങ്ങനെയുള്ള ആളുകൾ അതീവ ആകാംക്ഷയോടെ നമ്മുടെ കർത്താവിനോട് എന്തെങ്കിലും അപേക്ഷിക്കുമ്പോൾ അവർ തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത മറുപടി അവിടുന്ന് നൽകുന്നത് പോലുള്ള സ്വരം കേൾക്കുന്നതായി അവർക്ക് തോന്നിപ്പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന അല്ലപ്പാടിനെ കുറിച്ച് നല്ല പരിചയമുള്ളവർ ഇത്തരം ഭാവനകൾ കൊണ്ട് വഞ്ചിതരാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ 10ാമത്തെ ഖണ്ഡികയിൽ മദ്രസ പറയുന്നത് ഭാവനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലപ്പാടുകൾ, അതുപോലെ തന്നെ ചില പ്രശാന്തമായ പ്രാർത്ഥനയിലോ ആത്മീയ നിദ്രയിലോ ഒക്കെ പെട്ടുകിടക്കുമ്പോഴും ഉണ്ടാകാവുന്ന ചില തോന്നലുകൾ, അല്ലപ്പാട് പോലത്തെ സ്വരങ്ങൾ, ദർശനങ്ങൾ, അങ്ങനെ അനേകർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അല്ലപ്പാടും ദർശനങ്ങളും സന്ദേശങ്ങളും ഒക്കെ എന്തുമാത്രം കിട്ടിയാലും അനുഭവപ്പെട്ടാലും അത് ഉറപ്പിച്ച് പറയാൻ തോന്നിയാൽ പോലും അവയോടൊന്നിച്ച് മേൽപ്പറഞ്ഞ 3 ലക്ഷണങ്ങൾ ഉണ്ടാവുകയല്ല. ദൈവിക അല്ലപ്പാടിൻ്റെ കൂടെ വരുന്ന 3 ലക്ഷണം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ ലക്ഷണങ്ങളുടെ അതായ ഒരു കരുത്ത് ഈ പറഞ്ഞ ദർശനങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലപ്പാടുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തിരിച്ചറിയണം. അങ്ങനെയുള്ള മായ അരുളപ്പാടുകൾ, സ്വന്തം ഭാവന സൃഷ്ടിയുടെ അരുളപ്പാടുകൾ, തോന്നലുകൾ, അവ അയാൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണമെന്ന് മദ്രസ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.